ഏതാ നീ ആളങ്ങ് മാറിപ്പോയല്ലോ. സമ്മതിച്ചടി, ആദ്യം സെലക്ട് ചെയ്ത ഡ്രസ് നീ മാറ്റിപ്പോ ഞാനൊന്ന് പേടിച്ചതാ. പക്ഷേ ഇതിൽ നിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാ. താങ്ക് യു ചേച്ചി. ചേട്ടന് താങ്ക്സ് ഇല്ലേ? താങ്ക്സ് ചേട്ടാ. അല്ല വേദ ഡ്രസ് ചെയ്തു. രഞ്ജിത്തിന്റെ ഡ്രസ് ഇതിന് മാച്ചാണോ നോക്കിയോ? ചേട്ടാ, അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്നും അറിയാത്ത ചില കമ്മ്യൂണിക്കേഷൻസ് ഇതിനകത്ത് നടക്കുന്നുണ്ടല്ലേ? നമ്മൾ എല്ലാരും കൂടി ഇരിക്കുമ്പോ വിജയേട്ടനും ചേച്ചിയും തമ്മില് നമുക്കാർക്കും അറിയാത്ത ചില കമ്മ്യൂണിക്കേഷൻസ് നടത്താറില്ലേ? അതിലൊരു വ്യത്യാസമുണ്ട് വേദ. ആ കമ്മ്യൂണിക്കേഷൻസ് എല്ലാവരും അറിയണമെന്നാണ് ഇന്ദ്രജയുടെ താല്പര്യം. അത് പുറത്തറിഞ്ഞാൽ എനിക്ക് നാണക്കേട് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. അല്ലേ ഇന്ദ്രജയ്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കാണുന്നത് നല്ല രസം. നമ്മുടെ ദേഹത്ത് തണുപ്പടിക്കുമ്പോഴേ വേറെ എവിടെയെങ്കിലും തീ കണ്ട അത് സന്തോഷമായിരിക്കും. പക്ഷേ അത് വേറൊരുത്തന്റെ കുടുംബത്തിൽ തീ പിടിച്ചതായിരിക്കും. അത്രേ ഉള്ളൂ. ആ ചേച്ചി, ഹരിത എവിടെ? ഓക്കെ, ഐ ആം റെഡി. യെസ്, ഹരിതയുടെ ഒരുക്കും വളരെ ഗംഭീരായിട്ടുണ്ട്. താങ്ക് യു. ദേ ഹരിത, വിവാഹത്തിന്റെ അന്നേ ഹരിത ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും. അന്നത്തെ ദിവസമെങ്കിലും എന്നെ ഒന്ന് ഷൈൻ ചെയ്യാൻ അനുവദിക്കണം. അങ്ങനെയൊന്നും പറയണ്ട. ഇവിടെയുള്ളവരിൽ വെച്ച് ഏറ്റവും ഡ്രസ് സെൻസ് വേദിക്കാം. സ്വന്തം ശരീരത്തിന് എന്ത് ചേരുമെന്നുള്ളത് വ്യക്തമായിട്ട് എന്റെ നാത്തൂനറിയാം. അതെ, വയസ്സന്മാരുടെ പട റെഡിയാണ്. ഇതാണോ വയസ്സന്മാരുടെ പട? ദേ ഇന്ദ്രജി, ഇവര് 4 പേരും കൂടെ റെഡി ആയിട്ട് വന്നപ്പോ നമ്മൾ പുറമ്പോക്കിലായി പോയില്ലേ? അങ്ങനെ ചുമ്മാ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. മമ്മി കളിയാക്കിയതല്ല. എന്റെ മമ്മി സൂപ്പർ അല്ലേ? പിന്നെ പത്മാന്റിയുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. ചുമ്മാ ഒന്ന് നടന്നു വന്നാലും അതിന്റേതായ എലഗൻസ് മുഖത്തുണ്ടാവും. അമ്മമാരെ സോപ്പിട്ടൊക്കെ മതി കേട്ടോ. ഞങ്ങൾ 2 പാവങ്ങളെ ഇവിടെ ഇങ്ങനെ നിൽക്കുക. അതുപോലെ ഓർമ്മയുണ്ടോ? അത് ഞാൻ പറയാം അങ്കിൾ. സത്യം പറഞ്ഞ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ ആളുകൾ പറയുമെങ്കിലും ഗൗരവമുള്ള ഒരാണ് അന്തസ്സായിട്ട് ഡ്രസ് ചെയ്ത് മുന്നിൽ വന്ന് നിന്നാല് അറിയാതെ ഒന്ന് എഴുന്നേൽക്കണം, തൊഴണം എന്ന് തോന്നിപ്പോയില്ലേ? അതിന് കയ്യടി, അതാ വേണ്ടത്. എന്നാലും മോളെ, സാറ് ഈ കാണിച്ച പണിയുണ്ടല്ലോ, ഇത്രയും ബഹളങ്ങളൊക്കെ നടക്കുന്നിടത്ത് സാറ് പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സാർ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, ഒരു ബഹളം ഉണ്ടാവാതിരുന്നാ മതി. എങ്ങനെ ബഹളം ഉണ്ടാക്കാതിരിക്കും മോളെ? കണ്ടില്ലേ ഓരോരുത്തരായിട്ട് പടപടാന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. നോക്ക്, നന്നായിട്ടുണ്ട്. മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഈ ഒരു കാര്യത്തിൽ എന്റെ മോളും മിടിക്കുക. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. കല്യാണ ചെറുക്കേശേ. ഇന്ന് കുടുംബം ഒന്നിച്ചുള്ള ഒരു ചടങ്ങ. മോള് റെഡിയായെന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് ചോദിച്ചാ? അതെന്തിനാ അവരൊന്ന് ചോദിക്കുന്ന? അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ രാജുവേട്ടാ. അതിന്റെ ഇടയിൽ ഒരു പരാതിയും കൊണ്ടുവന്നിരിക്കുന്നു. ഇത് തന്നെയാ കുഴപ്പം. അതുകൊണ്ടാ അവരാരും ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയത്.
എല്ലാരും കൂടി ഒരുങ്ങി വന്നപ്പോ നല്ല രസമുണ്ടല്ലേ രാജുവേട്ടാ?